عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് വന്ന് ചോദിക്കുകയാണ്, സയ്യിദുൽ ഖുറാ, ഖാരിഈങ്ങളുടെ നേതാവ്, വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാരുടെ നേതാവ്. ഖുറാ എന്ന് പറഞ്ഞാൽ ഉലമാ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. വെറും പാരായണം ചെയ്യുന്നവരെന്നല്ല, ഖുർആൻ പണ്ഡിതന്മാർ. ഖുറാ അവരുടെ നേതാവാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നെഞ്ചിൽ കൈകൊണ്ടടിച്ചുകൊണ്ടാ തങ്ങൾ പറഞ്ഞത്, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ അയ്യുൽ ആയതി അഅ്ളമു ഫീ കിതാബില്ലാഹ്. അള്ളാന്റെ കിതാബിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് ഉബയ്യേ എന്ന് ചോദിച്ചപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു വിനയത്തോടെ താഴ്മയോടെ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. ഉബയ്യേ പറയൂ, അയ്യുൽ ആയതി അഅ്ളമു, ഏത് അയ്യുൽ ഖുർആനി അഅ്ളമു, ഖുർആനിലെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പിശാചിന്റെ ബാധയേറ്റ ഒരാണോ പെണ്ണോ ഈ സദസ്സിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ടെങ്കിൽ ആയത്തുൽ കുർസി കേൾക്കുന്നതോടുകൂടെ അവർക്ക് ഇളക്കം തുടങ്ങും. ആയത്തുൽ കുർസിയുടെ പവർ എത്രയാണ്? അങ്ങനത്തെ ഒരാൾ ഇവിടെ ഇല്ലാന്നാ തോന്നുന്നത്. ഉണ്ടെങ്കിൽ അടങ്ങിയിരിക്കും. ആയത്തുൽ കുർസി അത്രക്ക് ശ്രേഷ്ഠതയുള്ളതാണ്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു പിശാചിനെ മൽപിടുത്തം നടത്തിയിട്ട് ആ മൽപിടുത്തത്തിൽ പിശാചിനെ അടിച്ചു താഴെയിട്ടെന്നും അവന്റെ കൈ നായയുടെ കൈ പോലെ മെലിഞ്ഞതാണ്. അപ്പൊ ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ? മറുപടി പറഞ്ഞത് എന്താ? ഉമറേ, ഇന്നക തുക്സിറു തഖറഉ ആയത്തുൽ കുർസി, നിങ്ങൾ ഒരുപാട് ആയത്തുൽ കുർസി ഓതുന്ന ആളാണ്. അത്തരം ആളിന്റെ മുമ്പിൽ ഞങ്ങൾ ദുർബലരാണ്. റുഖിയ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്നത് ആയത്തുൽ കുർസി കൊണ്ടാണ്. അതങ്ങ് ശരിക്കങ്ങ് ചെയ്താൽ ഇളകേണ്ടവൻ ഇളകും, ഇറങ്ങിപ്പോവുകയും ചെയ്യും. ആയത്തുൽ കുർസി ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ ഖൽബിലെ യഖീൻ അനുസരിച്ചായിട്ട് അത് പറയേണ്ടതില്ലേ. കാസറ്റ് വെച്ചിട്ട് യൂട്യൂബിൽ ഓതിയിട്ടൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ യഖീനോടുകൂടെ അങ്ങ് ഓതിയാൽ അതിൻ്റെ ഫലം കണ്ടിരിക്കും. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരായത്താണത്. 9 ജുംലകളാണ്, ഒറ്റ ആയത്താണ്. അതിനിടക്കൊക്കെ വഖഫുണ്ടെന്ന് മാത്രം. ഒറ്റ ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ അലിയ്യുൽ അദീം വരെ. ഇതാണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് നെഞ്ചിൽ നബി തങ്ങൾ കൈകൊണ്ടടിച്ചുകൊണ്ട് പറഞ്ഞത്, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, അബുൽ മുൻദിറെ, നിങ്ങൾക്ക് ഇൽമിന്റെ മഹത്വം അല്ലാഹു നൽകട്ടെ. നെഞ്ചിലടിക്കാന്ന് പറയുമ്പോഴേ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മഹാനായ സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ തങ്ങളുണ്ട്, കുമ്പോൽ തങ്ങൾ എന്നറിയപ്പെടുന്ന, ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഉദ്ധരിക്കാറുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തങ്ങളുടെ അടുത്ത് ചെന്നാൽ ഒരടി വാങ്ങണം എന്നാ പറയാം. ഒരടി നെഞ്ചത്തോ പുറത്തോ കിട്ടിയാൽ അത് ഒരു പൊരുത്തം കൊണ്ട് മഹാൻ ചെയ്യുന്നതാണ്. ഒരു സ്നേഹം ഉണ്ടാകുമ്പോൾ ഇത് ചെയ്യുള്ളൂ. ഒരടിയുണ്ട്, അടി കിട്ടണം എന്നാ പറയാം. അത് വേദനിക്കുന്ന അടിയല്ല, സ്നേഹത്തോടു കൂടെ ചെയ്യുന്നൊരു തലോടലാണ്. ഭയങ്കര ദുആക്ക് ഉത്തര, നാവിന് ഭയങ്കര അസറുള്ള മഹാനാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദ് ഉമർ കുഞ്ഞിക്കോയത്തങ്ങൾ, ഒരു ജ്യേഷ്ഠനുണ്ട് സയ്യിദ് ആറ്റുക്കോയത്തങ്ങൾ കുമ്പോൾ, അവിടെ അനുജനുണ്ട് സയ്യിദ് അലിത്തങ്ങൾ, സയ്യിദ് ജാഫർ തങ്ങൾ, പിന്നെ ഒരു തങ്ങളും കൂടെ ഉണ്ട്. പേരെന്തായിരുന്നു? ഡോക്ടറാണ്. അപ്പോൾ ഏതായിരുന്നാലും തങ്ങളുടെ ഈ അടി ഇങ്ങനെയൊക്കെ ഉബയ്യ് ഇബ്നു കഅബ് എന്ന ഹദീസിൽ നബി തങ്ങൾ നെഞ്ചിലടിച്ചു എന്നാ കൈകൊണ്ട്. എന്നിട്ടാ പറഞ്ഞ, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, അബുൽ മുൻദിറെ, നിങ്ങൾക്ക് അല്ലാഹു ഇൽമു കൊണ്ട് ആശീർവാദം നൽകട്ടെ, ഒരുപാട് ഇൽമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്.
നമ്മൾ പാണക്കാടൊക്കെ ചെന്ന് നമ്മുടെ ഭാരം ഇറക്കി വെക്കുന്ന പോലെ നമ്മുടെ ഉത്തര മലബാറിലെ ആളുകൾ, കർണാടകയിൽ നിന്നും ബോംബെയിൽ നിന്നും എല്ലായിടത്തു നിന്നും, അത് രാഷ്ട്രീയക്കാരും അല്ലാത്തവരുമൊക്കെ മഹാനായ തങ്ങളുടെ അവരുടെ അടുത്തേക്ക് വരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ തിരക്ക് പിടിച്ച ഒരു പ്രദേശം കുമ്പോലായിരിക്കും. കുമ്പോൽ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരല്പം മുന്നോട്ട് മംഗലാപുരം റൂട്ടിലേക്ക് ഹൈവേയിൽ തന്നെ പോയാൽ കുമ്പള കഴിഞ്ഞ് പാലം കഴിഞ്ഞാൽ കുറച്ച് ഒരല്പം മുന്നോട്ട് ചെന്നാൽ അവിടെ വലിയൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് തങ്ങൾ. മദീനയുടെ അതേ രൂപത്തിലുള്ള പള്ളി, മദീനയുടെ കുബ്ബയും മദീന പള്ളിയുടെ ഇൻറ്റീരിയറും ഒക്കെ അതുപോലെ തങ്ങൾ അവിടെ ചെന്ന് കണ്ട് അതിന് പറ്റിയ പണിക്കാരെ കൊണ്ടുവന്ന് ഇരുന്ന് തങ്ങൾ അങ്ങ് ഊരക്ക് ഭയങ്കര വേദനയുള്ള ഒരു പ്രശ്നമുണ്ട്, ഊരവേദനയുണ്ട്, അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പണിക്കാരുടെ കൂടെ നിന്ന് 6 മാസം കൊണ്ട് ആ പള്ളി പണി കഴിപ്പിച്ചു. അതിൻ്റെ മാർബിളൊക്കെ കാണുന്നതാണ്. തങ്ങൾ അത് മദീനയെ ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ ആ കുബ്ബയുടെ നിറവും അതിൻ്റെ രൂപവും കണ്ടാൽ തന്നെ മനസ്സിലാവും മദീനയെ ഓർമ്മ. വാതിലൊക്കെ ഗേറ്റൊക്കെ മദീനയുടെ മെയിൻ ഗേറ്റ് പോലെയാണ്. ഭയങ്കര ആഷിഖുർ റസൂലാണ്, ഹെബ്ബുർ റസൂലാണ്. പുണ്യനബി തങ്ങളെ ഭയങ്കരമായി ഹെബ്ബ് ചെയ്യുന്ന ഒരു മഹാനാണ്. ഒരുപാട് ആളുകൾക്ക് അവരുടെ ദുആയിലൂടെ വാക്കിലൂടെ ശിഫ കിട്ടാറുണ്ട്. അല്ലാഹു തആല അത്തരം മഹത്തുക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. അവരൊക്കെ ഉമ്മത്തിന് കിട്ടുന്ന തണലുകളാണ്. അതൊക്കെ എപ്പോഴും കാണാൻ കിട്ടൂല, ഭയങ്കര പ്രയാസമാണ്. അവർ ചെന്ന് കാണുമ്പോൾ ഒരുപാട് ആളുകൾ, ജുമുഅക്കൊക്കെ ചെന്നാൽ 1000, 500, 1000 ആളുകൾ ക്യൂ നിൽക്കലാണ് തങ്ങളൊന്നൊരു നോക്ക് കാണാൻ വേണ്ടി. ഒന്നും സംസാരിക്കൊന്നുമില്ല, അങ്ങനെ ചിലപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി പറയും ചെയ്യും. തങ്ങൾ എന്താ പറയണത് ചെയ്യാനേ പറ്റുള്ളൂ. ഒരുപാട് സംഭവങ്ങളുണ്ട്, എനിക്ക് തന്നെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ തങ്ങൾക്കൊരു അടിയുണ്ട്, അടിയെക്കുറിച്ച് പറഞ്ഞതാണ്. ആ അടി വാങ്ങണം എന്നാണ് പറയാം. തങ്ങളുടെ അടുത്ത് അടി കിട്ടിയോ എന്നാണ് ചോദിക്കുക. എന്നാൽ പിന്നെ മതി, അങ്ങനെയാണ്. അൽഹംദുലില്ലാ. ഞാൻ പറയാറുണ്ട്, എനിക്ക് സൗണ്ട് വേദന പറയുമ്പോൾ സൗണ്ട് പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് തങ്ങൾ മന്ത്രിശ്രുതി തന്നതാണ്. പിന്നെ ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സൗണ്ട് പോകുക എന്ന് പറഞ്ഞ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്രയോ കണ്ടിന്യൂസ് പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. റബ്ബേ അല്ലാഹുവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരുടെ ഉപ്പയുടെ മഖാമുണ്ട് അവിടെ. അവരുടെ വല്യപ്പുണ്ട് സയ്യിദ് പാപ്പങ്കോയ തങ്ങൾ. അവരൊക്കെ വലിയ അസറുകളുള്ള മഹാന്മാരാണ്. മഹാനായ ശംസുൽ ഉലമ അന്ന് പാപ്പങ്കോയ തങ്ങൾ വഫാത്തായ, കുമ്പോൽ തങ്ങളുടെ ഉപ്പ വഫാത്തായപ്പോൾ കോഴിക്കോട് നിന്ന് ജനാസ നിസ്കാരത്തിന് അങ്ങോട്ട്, അന്ന് പഴയ 1970കളിലാണ്. അപ്പോൾ അംബാസഡർ കാറിൽ ആണ് ശംസുലുലമ വരേണ്ടത്. ട്രെയിനില്ല, വരാൻ പറ്റുന്നില്ല, ഈ കാറിൽ തന്നെ വരണം. പഴയ കാലത്തെ റോഡാണ്, നമ്മൾ ആലോചിച്ച് നോക്കണം. തലശ്ശേരി മാഹിക കഴിഞ്ഞ് വരണ്ടേ. മയ്യത്തെടുക്കാൻ സമയം നിശ്ചയിക്കുകയും ചെയ്തു. ശംസുലുലമ ഒരൊറ്റ കാര്യം പറഞ്ഞു. എൻ്റെ കുഞ്ഞുകോയത്തങ്ങൾ നേരിട്ട് പറഞ്ഞതുകൊണ്ട് എനിക്കറിയാം. തങ്ങളെ, നിങ്ങളുടെ വാപ്പ അള്ളാഹിൻ്റെ വലിയാണെങ്കിൽ ജനാസ നിസ്കാരത്തിന് ഞാൻ എത്തിയിരിക്കുന്നു പറഞ്ഞ പോലെ ശംസുലുലമ ജനാസ നിസ്കാരത്തിനെത്തി. പറയും ശംസുലുലമ ആരാണ്? ആ വാക്ക് മഹാനവറുകൾ പറഞ്ഞു. കോഴിക്കോട് നിന്ന് ആ വണ്ടി എത്തി എന്നത് വലിയ അത്ഭുതമാണ്. എന്നിട്ട് ആ ജനാസക്ക് നേതൃത്വം കൊടുത്തത് ശംസുലുലമയാണ്. നവറല്ലാഹു മർഖദഹു വഖദ്ദസല്ലാഹു സിറ. അങ്ങനെ വലിയ ഉമ്മത്തിലെ ഉലമാഇനോട്, ദീനിനോട്, മുതഅല്ലിമീങ്ങളോട് ഈ ഉമ്മത്തിനെക്കുറിച്ച് എപ്പോഴും ആവലാതിയും വിഷമവും ബോധിപ്പിക്കുന്ന ഒരു സയ്യിദാണ്. വേറെ ഒരു കാര്യം പറയാറില്ല. ഉമ്മത്തിൻ്റെ ഇൻ്റർനാഷണൽ ലെവൽ മുതൽ, കേരളത്തിലെ രാഷ്ട്രീയം മുതൽ, കർണാടകയിലെ രാഷ്ട്രീയം, ഇന്ത്യയിലെ രാഷ്ട്രീയം അടക്കം, നമ്മുടെ മഹല്ലുകളുടെ പ്രശ്നങ്ങളടക്കം, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പ്രശ്നങ്ങളടക്കം, സമസ്തകളുടെ ജമീഅത്തുൽ ഉലമ അടക്കം എല്ലാ വിഷയങ്ങളും തങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനത്തെ ഒരു വല്ലാത്ത അത്ഭുതമാണ്. എനിക്ക് വലിയ അത്ഭുതം. ഒരു സാധാരണ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ തങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. കാരണം തങ്ങൾ സംസാരിക്കുന്നത് തങ്ങളുടെ ഒരു ലെവലിലാണ്. നമ്മൾക്കത് കേൾക്കാനേ പറ്റുള്ളൂ. വല്ലാത്തൊരു മഹാനാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ലിയഹ്നികൽ ഇൽമു യാ അബുൽ മുൻദിർ. അബുൽ മുൻദിറെ, നിങ്ങൾക്ക് അള്ളാഹു ഇൽമു കൊണ്ട് അള്ളാഹു വിജയം തരട്ടെ എന്ന് നെഞ്ചിലടിച്ചുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറയാണ്, നബിയേ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന എൻ്റെ 1 മണിക്കൂർ സമയം, ആ 1 മണിക്കൂറിൽ നബിയേ, ഞാൻ അങ്ങേക്ക് വേണ്ടി എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് നബിയേ? ആര് ചോദിക്കുന്നു? ഈ ആയത്തുൽ കുർസി പറഞ്ഞ് നബി തങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ, ഇൽമു കൊണ്ട് നബി തങ്ങൾ അലങ്കരിച്ച, ആശീർവദിച്ച മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സയ്യിദുൽ ഖുറാ റളിയല്ലാഹു അൻഹു. എത്രയാ നബിയെ ഞാൻ സ്വലാത്ത് ചൊല്ലേണ്ടത്? നബിയെ, 3-1 മതിയോ? 4-1 മതിയോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം ചൊല്ലിക്കോളൂ സ്വലാത്ത്. ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്. കൂടുതൽ ചൊല്ലിയാൽ അത് നല്ലതാണ്. നബിയെ,
എൻ്റെ പ്രാർത്ഥനാ സമയത്തിൻ്റെ പകുതി നേരം ഞാൻ സ്വലാത്ത് ചൊല്ലിക്കോട്ടെ, ബാക്കി ഞാൻ ദുആ ഇരുന്നേക്കാം. നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം, കൂട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. പുണ്യനബിയുടെ മറുപടി സല്ലല്ലാഹു. അപ്പൊ പറഞ്ഞു, നബിയേ, എൻ്റെ പ്രാർത്ഥനാ സമയത്തിൻ്റെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ പകുതിയിലേറെ ഞാൻ സ്വലാത്ത് ചൊല്ലിക്കോട്ടെ, എന്നിട്ട് ദുആ ഇരുന്നാൽ മതിയോ? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ, കൂട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പൊ പറഞ്ഞു, റസൂലേ, ഇദൻ നജ്അലു സ്വലാത്തി കുല്ലഹാ, എൻ്റെ മുഴുവൻ സമയവും ഞാൻ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെച്ച നേരം, ദുആ ചെയ്യാൻ മാറ്റിവെച്ച മുഴുവൻ സമയവും ഞാൻ സ്വലാത്ത് ചൊല്ലിക്കോളാം നബിയേ. അതിന് പുണ്യനബി കൊടുത്ത മറുപടിയാണ്, ഇദൻ തുക്ഫാ യുക്ഫാ ഹമ്മുക വയുഖ്ലാ ദൈനുക വയുഗ്ഫറു ദംബുക. എന്നാൽ മുഴുവൻ സമയവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന നേരം, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയം സ്വലാത്ത് കൊണ്ട് ആ സമയം അങ്ങ് മുഴുവൻ ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരും, നിങ്ങളുടെ സങ്കടം അള്ളാഹു മാറ്റിത്തരും, നിങ്ങളുടെ കടങ്ങൾ അള്ളാഹു വിട്ടുതരുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടമല്ലേ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു വിഷമം? ആ സങ്കടത്തിന് പരിഹാരം 2 എണ്ണമാണ്. ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, മറ്റൊന്ന് അഷ്റഫുൽ ഖൽഖിന്റെ മേൽ നമ്മൾ ചൊല്ലേണ്ട സ്വലാത്ത്. ഈ 2 മരുന്നുകളുണ്ടെങ്കിൽ മനുഷ്യ മനസ്സിന് കിട്ടുന്ന ആസ്വാദനം വലുതാണ്, അനൽപമാണ്, വിശദീകരിക്കാൻ കഴിയാത്തതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്ക് അല്ലാഹുവിനോട് ചോദിക്കാനുള്ള സമയത്ത് ഞാൻ മുഴുവൻ സ്വലാത്ത് ചൊല്ലാം നബിയേ. എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമല്ലേ, എൻ്റെ കടങ്ങൾ വീടുമല്ലേ, എൻ്റെ ടെൻഷൻ മാറുമല്ലേ നബിയേ. അതേ ഉബയ്യ് ഇബ്നു കഅബേ, സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആശീർവദിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്